ഹലോ, കാണാവോ? ഇരുട്ടാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോഡൗണല്ല, സെല്ലാർ എന്ന് പറയും. ജർമ്മൻ ഭാഷയിൽ കെല്ലർ. അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ ഭൂമിക്ക് ഭൂനിരപ്പിന് താഴെയുള്ള ചെറിയ മുറിയാണ്. അതായത് ഇവിടുത്തെ കണാവുണ സാധനം എല്ലാം കൂടെ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലം അവിടെ നിൽക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചാൽ കാണിക്കാം. ഇവിടെ കുറേ ടയർ ഇരിപ്പുണ്ട് വണ്ടിയുടെ. ആ ടയർ കൊണ്ട് നാളെ വർക്ക്ഷോപ്പിൽ കൊണ്ട് എടുത്തിട്ട് ടയർ മാറ്റിയിടണം. ഇപ്പോൾ കിടക്കുന്ന ടയർ എടുത്ത് തിരിച്ച് കെല്ലറിൽ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ടയർ കൊണ്ട് മാറ്റിയിടണം. അതെന്തിനാന്നല്ലേ, സാധനം ആദ്യം കാറെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ടയർ ഇവിടെ ഇരിപ്പുണ്ട്, കാണിക്കാം. ഇതാണ് ടയർ. ഇത് പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ ടയർ, കാണാമോ? ഇരുട്ടാന്ന് തോന്നുന്നു. സെൻറ്ററിൽ വെട്ടം കുറവാണ്, അതുകൊണ്ടാണ്. ഈ ടയർ പ്ലാസ്റ്റിക് കവറിട്ട് മൂന്ന് ടയറുണ്ട്. ഒരു ടയർ സ്റ്റെപ്പിനി ആയിട്ട്, പിന്നെ വണ്ടിയിൽ 1, 2, 3 ഒരു ടയർ സ്റ്റെപ്പിനി ആയിട്ട് വണ്ടിയുടെ ഡിക്കിക്ക് കത്തിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് കാറെ കൊണ്ട് വെച്ചിട്ട് നാളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് മാറണം. നാളെ കൊണ്ട് വണ്ടിയിലോട്ട് വെക്കാൻ സമയമില്ല, അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ കൊണ്ട് വെക്കണം. ഓക്കെ, ഈ സാധനം ഇതിപ്പം കുറച്ച് ഒരു 100 മീറ്റർ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് ഉരുട്ടി ചുവന്നുകൊണ്ട് വെക്കണം. ഓക്കെ, ടയറല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ വീലാണ്. റിമ്മുള്ള സാധനം, റിമ്മും ടയറും കൂടിയ സാധനം, വീലായത്. ഓക്കെ, സാധനം കൊണ്ട് വെക്കാം. വീൽ കപ്പ് 4 വേണം, 3 ഉള്ളൂ, ഒരെണ്ണം മിസ്സായിപ്പോയി. അതുകൊണ്ട് തൽക്കാലം 3 ഇടുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരേ സൈഡിൽ 2 ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നോക്കുന്നവർക്ക് മറ്റേ സൈഡിൽ ഉണ്ടെന്ന് തോന്നിക്കോളും. ഐഡി നമ്മളിന്നലെ ടയറൊക്കെ കൊണ്ട് വെച്ചായിരുന്നു. എന്നാൽ ടയർ കൊണ്ട് മാറ്റിയിട്ടിട്ട് വരാം. ടയറെല്ലാം കൊണ്ട് വെച്ചാൽ കാണിക്കാം. മൂന്ന് ടയറും നമ്മൾ വെച്ചിട്ടുണ്ട്. 3 ടയറും നമ്മൾ വെച്ചു. 1, 2, 3. ഇതിൻ്റെ ഒരു ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ വീൽ കപ്പും അവിടെ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് വരാം. ഓക്കെ, എന്തിനാണ് നമ്മൾ ടയർ മാറുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം കാണും. കാരണം ഇവിടെ ഈ യൂറോപ്യൻ അല്ലെങ്കിൽ ഈ ഉത്തരാർദ്ധ ഗോളത്തിലുള്ള തണുപ്പുള്ള രാജ്യങ്ങളിൽ വിൻ്റർ സമയത്ത് നമ്മൾ വിൻ്റർ ടയർ ഉപയോഗിക്കും. കാരണം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സമ്മർ ടയറാണ്. സമ്മർ ടയർ എന്ന് പറയുമ്പോൾ അതിന് ഗ്രിപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ വിൻ്റർ ആകുമ്പോൾ നമ്മൾ വിൻ്റർ ടയർ ഉപയോഗിക്കണം, കൂടുതൽ ഗ്രിപ്പുള്ള വിൻ്റർ ടയർ. കാരണം വിൻ്ററിൽ റോഡിൽ എപ്പോഴും നനഞ്ഞായിരിക്കും കിടക്കുന്നത്, മഞ്ഞും മഴയൊക്കെ ഉണ്ട്. അപ്പം കൂടുതൽ ഗ്രിപ്പുള്ള
ടയർ നമ്മൾ ഉപയോഗിക്കണം. അതാണ് ഇവിടുത്തെ നിയമം. ഒക്ടോബർ തൊട്ട് അടുത്ത ഏപ്രിൽ അല്ലെങ്കിൽ ഒക്ടോബർ തൊട്ട് ഈസ്റ്റർ വരെ, അതാണ് സാധാരണഗതിയിൽ ഇവിടെ വിൻ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് 6 മാസം നമ്മൾ വിൻ്റർ ടയർ ഉപയോഗിക്കണം. പിന്നെ വരുന്ന സമയത്ത് ഈസ്റ്റർ കഴിഞ്ഞ് അടുത്ത ഒക്ടോബർ വരെ നിങ്ങൾക്ക് ഈ വിൻ്റർ ടയർ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വിൻ്റർ ടയർ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മർ ടയർ എടുത്തിടാം. പക്ഷേ സമ്മർ ടയർ നമ്മൾ വിൻ്ററിൽ ഉപയോഗിക്കരുത്. വിൻ്റർ ടയർ വേണമെങ്കിൽ സമ്മറിൽ ഉപയോഗിക്കാം. പക്ഷെ എന്തിനാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിൻ്റർ ടയറിന് തേയ്മാനം കൂടുതലാണ് സമ്മർ ടയറിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ വിൻ്റർ കഴിയുമ്പോഴത്തേക്കിന് സമ്മർ ടയറിലോട്ട് മാറ്റുവാണെങ്കിൽ വിൻ്റർ ടയർ കുറേ നാട് നമുക്ക് ഓടിക്കാം. അതുകൊണ്ടാണ് ഇത് മാറ്റിയിടുന്നത്. പക്ഷേ വിൻ്ററിൽ വിൻ്റർ ഗ്രിപ്പുള്ള ടയർ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ സീസൺ ടയറുണ്ട്, എല്ലാ സീസണിൽ ഇടാൻ പറ്റിയ ടയർ ഇടാം. ഈ വണ്ടി മേടിച്ചപ്പോൾ എനിക്ക് വിൻ്റർ ടയറും സമ്മർ ടയറും ആണ് കിട്ടിയതുകൊണ്ട് ഞാനത് മാറ്റി ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇവിടുത്തെ നിയമം. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ അവിടെയും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് അങ്ങനെ അലോ ചെയ്യത്തില്ല. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യമൊക്കെ മാറ്റിയപ്പോൾ എനിക്ക് ഒരു 18 യൂറോയാണ് ഈ 4 ടയറും കൂടെ. ടയറല്ല, ആക്ച്വലി വീലും റീപ്ലേസ് ചെയ്യുന്നുള്ളൂ, ടയർ ഊരി മാറ്റുന്നില്ല. വീലങ്ങ് ജസ്റ്റ് ഊരി സ്ക്രൂ ചെയ്യുന്നുള്ളൂ. 18 യൂറോയാണ് മേടിച്ചത്. തോണ എത്ര എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കമ്പാരിറ്റീവ് വളരെ ചീപ്പാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിൽ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയി ടയറൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ടയറൊക്കെ മാറ്റി തിരിച്ചു വന്നു. മുമ്പ് പറഞ്ഞ പോലെ അവിടെ പോയി അതിനകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വിൻ്റർ ടയറൊക്കെ ഇട്ട് നമ്മൾ വിൻ്ററിലേക്കുള്ള യാത്ര സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.